നമ്മള് പൊന്നാര ബാബു കുറെ നേരമായി അയാളെ കാത്തിക്കണ്. ആരാ? രക്ഷിതാക്കണ്ടെങ്കിലല്ല ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞ് തീർക്കാനൊക്കെ മൂപ്പര ഉസാറ്. അപ്പൊ മൂപ്പരെ കാത്ത് നിക്കലോടുത്തിട്ട് കുറെ നേരായി. ശരി, മൂപ്പരെ കാത്തിക്ക. മൂപ്പരെ പെരയത്തെ പണി തന്നെ കഴിഞ്ഞിട്ട് അയാൾക്ക് ഇങ്ങോട്ട് പോരാൻ നേരം ഉണ്ടാവൂല. വേറെ സുഖല്ലേ? അതൊക്കെ എനിക്ക് വെറുതെ പറയാം. എന്നിട്ട് പെരീത്തെ കാര്യം അതൊക്കെ പറഞ്ഞ അയാൾ ഇതാന്ന് പറയുമ്പോ എന്ത് കാര്യം പറഞ്ഞു തീർക്കണ ആളാ. പിന്നെ മൂപ്പർക്ക് ഇപ്പൊ പറയാം. ഞാൻ നോക്കട്ടെ ഒന്നും കൂടി. മൂപ്പര് വിളിച്ചു നോക്കിന്നാലേ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മൂപ്പര് വരികയാണെങ്കിൽ വിളിച്ചു നോക്കി. ഞാൻ വിളിച്ചു നോക്കിയാളാ. നോക്കട്ടെ കിട്ടുണ്ടോ? എടുക്കണില്ല കായ്. ഹലോ ഹലോ. ആ ഋഷക, എവിടെ നിങ്ങളെ കാത്തുകാണ്ട് ഞാനും ആ ബാബു ഇവിടെ കുറെ നേരമായി നിൽക്കുന്നത്. പിന്നെ ഞാൻ ലേശം ചുറ്റുപാട് ഇപ്പണ്ട് വരാം. ഞാൻ എന്നോട് പറഞ്ഞില്ലേ നമ്മുടെ പെരിയിലേ ചെറിയൊരു പണി ഇപ്പണ്ട് വരാട്ടാ. ഒരു 5 മിനിറ്റ് കൂടെ എത്തും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല എവിടെ മനുഷ്യങ്ങള് നിങ്ങളെ കാത്തി എപ്പം നിൽക്കണം. നിന്ന് ആ ബാബു പോയി. ഓൻ പോയാ? ഓൻ പോയത് നന്നായി. എന്തിയാ? ഓൻ ആകെ പിത്തനെയാണ് ഉള്ള കിള്ളും കീരൊക്കെ. ഓനക്ക് അയലക്കത്തായതുകൊണ്ടേ എല്ലേ ഹലാക്കും ആ പഹനറിയാം. അല്ല, കിള്ളും കീരിവെന്നല്ല പറഞ്ഞു. ഓൻ പറഞ്ഞ മാതിരി തന്നെയാണ്. ഓൻ പറഞ്ഞ് മൂപ്പർക്ക് മൂപ്പർക്ക് കാറ് കഴിഞ്ഞിട്ട് 37 പേടിയാണ്. പതുക്കെ എത്തുള്ളൂ. കാത്തുനിന്നാ കിട്ടൂല. ആ സംഗതി ഇപ്പൊ പുറത്ത് വരണ്ട. സംഭവം ഓ പറഞ്ഞതിൽ കാര്യമില്ല. നാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പെരിയില് ഓളെ തെറ്റിച്ചിട്ടുള്ള ഒരു പരിപാടി എന്നോട് പറയരുത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ പണ്ടായ കാലത്ത് അന്നത്തെ നമ്മളാ പത്രാസിനനുസരിച്ച് 75 കെട്ടിച്ചാണ് വളഞ്ഞ. ആ പണ്ടെടുത്ത് കണ്ടാണ് ഞാൻ ആ പെര നന്നാക്കിയത്. മക്കളെ കെട്ടിച്ചേർക്കാം. അതേറ്റ ഓളെ തെറ്റിച്ചാണ്ട് ഓളിപ്പോ 75 പാവം വേണമെന്ന് പറഞ്ഞാൽ 1.25 ലക്ഷം ഉറുപ്പ്യാണ് ഒരു പാവന്. അന്ന് 2000 ഉറുപ്പ്യറ്റുള്ളൂ. മനസ്സിലായ? ഇന്നിപ്പോൾ ആ 1.25 ലക്ഷം ഉറുപ്പ്യറ്റ് ഈ 75 പാവം ഉണ്ടാക്കിയാണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1 കോടി ഉറുപ്പ്യെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഓളെ തെറ്റിച്ചാൽ പിന്നെ എനിക്ക് തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് ആ ഭർത്താനച്ച് പറയരുത്. മനസ്സിലായില്ലേ? അപ്പൊ അത് പുറത്ത് വരണ്ട. ഞാൻ അതുകൊണ്ടാണ് അതിങ്ങനെ മെരുക്കി കൊണ്ടിടക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ എമ്പാള സംഗതി നമുക്ക് പറഞ്ഞ് തീരുമാനം. ഓക്കെ. അതല്ലൊട്ടി ഞങ്ങളെ ഈ പണിക്കാരൻ കുറെ ദിവസമായി പറയണ ഇയാൾക്ക് ശമ്പളം കൊടുക്കണില്ല. ഇയാളെന്താണ് കൊടുത്താണ് പിരിച്ചിട്ടൂടെ? അയാള് മതിയാർക്ക് പണിക്ക് വന്നാലല്ല കായ് കൊടുക്കല്. അയാൾ ദിവസം വരും, ഒരു ദിവസം വരൂല. അങ്ങനെ ആയാലും എങ്ങനെയാ ഒരു ഏർപ്പാടാവുമ്പോ ഓൽക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത്യാവശ്യം വരുമ്പോ പറഞ്ഞാൽ ചിലത് ഒരു മനുഷ്യൻ പോലും 4-5 ആളെ പണിക്കാക്കി കണ്ട് അതേറ്റ് ഇടങ്ങാറാവുമ്പോ സമയത്തിന് വരാഞ്ഞാൽ ആ ഇത് കല്ലത്താവില്ല. പിന്നെ ഓനെ മാത്രം കുറ്റം പറഞ്ഞാണ്ട് കായ് കിട്ടിയില്ല പറഞ്ഞിട്ട് പറ്റുമോ? എനിക്കിപ്പോ സ്ഥിരമായിട്ട് പണിക്ക് നിൽക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് നോക്കാം. അഞ്ഞോ മര്യാദക്ക് നിന്നോളും. അതിന്റെ പൈസ ഒക്കെ കണക്കൂട്ടി കിളറാക്കി കൊടുക്കട്ടാ. എന്നാ ഇനി ആയിക്കോട്ടെ. ഇനി ആണ്ട് വരുന്നില്ല. എന്നാ പറഞ്ഞ മാതിരി. എന്തായി റഷീദാക്കാനായിട്ട് പോയിട്ടുള്ള കാര്യം? അതൊന്നും പറയണ്ട. കഥ പറഞ്ഞ മാതിരിയല്ല. അവിടെ ചെന്നപ്പോ മൂപ്പരും മറ്റാളാളായി. വീടക്കാരൻ്റെ ആളായിട്ട് അപ്പോഴാച്ച കൊടുത്തോണ്ടി മൂപ്പരവിടെ ടീച്ചറായി. പരിപാടി തന്നെയാണ്. വല്ലാത്ത സംഗതി പറഞ്ഞ അതേമാതിരി.